കോഴിക്കോട് വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ റിസർവ് റൂം തുറന്ന സംഭവത്തിൽ 6 UDF സ്ഥാനാർത്ഥികൾ പരാതി നൽകി. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കാണ് പരാതി നൽകിയത്. പേരാമ്പ്ര വരണാധികാരിയെ മാറ്റണമെന്നും വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകും. അസ്ലം, ആരൊക്കെയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്? കോഴിക്കോട് നോർത്ത് കൊയിലാണ്ടി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ, അദ്ദേഹം DC പ്രസിഡന്റ് കൂടിയാണ്. MA റസാഖ് മാസ്റ്റർ കുന്നമംഗലത്തെ സ്ഥാനാർത്ഥി, ലീഗ് ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. അഡ്വക്കേറ്റ് ജയന്ത് നോർത്തിലെ സ്ഥാനാർത്ഥി, ഫൈസൽ ബാബു സൗത്തിലെ സ്ഥാനാർത്ഥി, ഫാത്തിമ താലിയ പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥി, VT സൂരജ് ബാലുശ്ശേരിയിലെ സ്ഥാനാർത്ഥി. 6 പേരാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഇവരുടെ മണ്ഡലങ്ങളുടെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്താണ് രാവിലെ ഒരു ഗുരുതരമായ രീതിയിൽ വീഴ്ച ഉണ്ടാകുന്ന റിസർവ് റൂം തുറക്കുകയും ഒരു വിവാദം ഉണ്ടാകുകയും ചെയ്തു. ഇതിന് പശ്ചാത്തലം അവർ പറയുന്ന കാര്യം വെച്ചാൽ ഈ സ്ട്രോങ് റൂം അല്ലെങ്കിൽ അതിന് ചേർന്ന് റിസർവ് റൂമാണ് തുറന്നെങ്കിൽ പോലും അവിടെ പോകുമ്പോൾ അവിടെ ഉദ്യോഗസ്ഥർ ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ചില രേഖകൾ പരിശോധിക്കുകയായിരുന്നു. അതായത് വളരെ സുരക്ഷ ഉള്ള സാഹചര്യത്തിൽ നിരവധി ഉദ്യോഗസ്ഥർ കയറുന്നു, അവർ ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ ചില ആശങ്കകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന്, അവിടുത്തെ സുരക്ഷ വർദ്ധിപ്പിക്കണം. 2, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്താണ് നടന്നതെന്ന് നോക്കുകയും പേരാമ്പ്ര വരണാധികാരിയിൽ വീഴ്ച വരുത്തിയ പേരാമ്പ്ര വരണാധികാരിയെ അവിടെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടികളിൽ നിന്ന് തന്നെ പൂർണ്ണമായി തന്നെ മാറ്റി നിർത്തുകയും വേണം. മാത്രമല്ല ഈ ഒരു ഇന്നർ പെരിമീറ്റർ, അതായത് ഇതിൻ്റെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ, വോട്ടെണ്ണൽ യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ആ പ്രത്യേക സുരക്ഷാ മേഖലയിൽ CSFൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും അവിടെ മറ്റു ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരാരും തന്നെ അതിൽ കടക്കാതിരിക്കാനുള്ള കർശനമായ നടപടി വേണമെന്നും പറയുന്നതായാലും ഇന്ന് നടന്ന സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ സുരക്ഷ വർദ്ധിപ്പിക്കണം. അതിൽ ഇപ്പോൾ എന്താ സംഭവിച്ചതിനെക്കുറിച്ച് അന്വേഷിച്ച് നടപടി വേണം. അതോടൊപ്പം തന്നെ പേരാമ്പ്ര വരണാധികാരി, പേരാമ്പ്രയിലെ റിസർവ് റൂമാണ് തുറന്നത്. ഭരണാധികാരിയുടെ ഭാഗത്തുണ്ടായ വീഴ്ച പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടികളിൽ തന്നെ മാറ്റണം, വോട്ടെണ്ണലിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകരുത് എന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. 6 പേരും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും ജില്ലാ വരണാധികാരിയായ ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട്.